ഇസ്ലാമിക പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൽ ഒരു മാസത്തിലേറെയായി ആശയ സംവാദത്തിൻ്റെ പുതിയ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുകയും ഇസ്ലാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ വ്യത്യസ്തമായ ധാരകളിൽപ്പെട്ട ആളുകളോട് വളരെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആശയവിനിമയം നടത്തി വരികയുമാണ്. വിദ്യാർത്ഥികളോട്, യുവാക്കളോട്, സ്ത്രീകളോട്, മാധ്യമ പ്രവർത്തകരോട്, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളോട് എല്ലാം ഇസ്ലാം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആശയവിനിമയം ജമാഅത്തെ ഇസ്ലാമി നടത്തി വരികയാണ്. ആ ആശയവിനിമയത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളിലേക്കാണ് ഈ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് വെളിച്ചം വീശുന്നത്. എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇസ്ലാം എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ ചില ആശയങ്ങളെ ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ആശയധാര സമൂഹത്തിനകത്ത് മാനവവിരുദ്ധവും അതോടൊപ്പം തന്നെ ഇസ്ലാം വിരുദ്ധവുമായ ഒരുപാട് അപകടകരമായ പ്രവണതകളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചരിത്രത്തിലുടനീളം അതത് സമൂഹത്തിനകത്ത് സവിശേഷമായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന്റെ പേരാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ചരിത്രത്തിൽ ആ ധർമ്മം എല്ലാ ജനവിഭാഗത്തിനകത്തും നിർവഹിച്ചു പോന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ മിൻഹും അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ദൈവേതര ശക്തികളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ നിർമ്മതി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗത്തിനിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമില്ലാതെ ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല എന്നതും ഇസ്ലാം നമുക്ക് നൽകുന്ന അധ്യാപനമാണ്. അതുകൊണ്ട് ആദ്യപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നാം ഈ ജീവിക്കുന്ന ജനസമൂഹം വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിലുടനീളം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘത്തെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അവർ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിച്ചവരാണ്, ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചവരാണ്. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തവരാണ്. പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ അഭിമുഖീകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ പ്രവാചകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അതത് കാലഘട്ടത്തിലെ ജാഹിലിയ പ്രവണതകളെ അഭിമുഖീകരിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ പ്രകൃതി വിരുദ്ധവും മനുഷ്യവിരുദ്ധവും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവീക ദർശനത്തിനെതിരിലുമുള്ള മുഴുവൻ ആശയധാരയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരമൊരു സംവാദം ജമാഅത്തെ ഇസ്ലാമി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയവിനിമയത്തിന്റെ രീതി സമാധാനപരമാണ്, ജനാധിപത്യപരമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുവാൻ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഏകപക്ഷീയമായി മറ്റു കാഴ്ചപ്പാടുകൾ നിരാകരിക്കുന്ന ഒരു ദർശനമല്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെയല്ല. ഇവിടെ നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. ലോകത്തങ്ങനെയാണ്, രാജ്യത്തങ്ങനെയാണ്, നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെയാണ്. മുസ്ലിം സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതും ആഗോള പ്രതിഭാസം അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും അങ്ങനെയാണ്. ഇസ്ലാമും മുസ്ലിം സമൂഹവും ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ
വളരെ നെഗറ്റീവായ സ്വഭാവത്തോടു കൂടിയുള്ളതാണ് ആ ചർച്ച എന്നും നമുക്കറിയാവുന്നതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആഗോളതലത്തിൽ ഈ ചർച്ച ആരംഭം കുറിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇസ്ലാം പേടി വളർത്തുക, ലോകത്തിന്റെ മുമ്പിൽ അതൊരാഗോള അജണ്ടയായി ലോകത്ത് തന്നെ സാമ്രാജ്യത്വവും സൈനിസവും അത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആഗോളതലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജീവിതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സ്വഭാവത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള പ്രവണത ശക്തമാണ്. സംഘപരിവാറിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ ഹേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രവണത ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സുരക്ഷയെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇടപെടലുകൾ ഇന്ത്യ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ലോകമെന്ന് അല്ലെങ്കിൽ രാജ്യമെന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനത്താണതാണ് എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളതാണ് ഹരിദ്വാറിൽ നിന്ന് ഉണ്ടായ പ്രസ്താവന എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അത്യന്തം പ്രകോപനകരമായ ഒരു പ്രസ്താവന. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വംശഹത്യക്ക് പുതിയ ആയുധം തേടാൻ ഈ രാജ്യത്തെ പൗരന്മാരോട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ആയുധമേന്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന. അതിന് ചുവടൊപ്പിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിനകത്ത് ഒരുപാട് കാലങ്ങളായി ഇത്തരത്തിലുള്ള ചെറു പ്രവണതകൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ പ്രബുദ്ധത കൊണ്ട്, കേരളത്തിന്റെ സഹവർത്തിത്വം കൊണ്ട്, കേരളത്തിന്റെ സാഹോദര്യ മനോഭാവം കൊണ്ട്, കേരളത്തിന്റെ പാരമ്പര്യം കൊണ്ട്, ശരിയും തെറ്റുമായ ഒരുപാട് പാരമ്പര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പാരമ്പര്യം ശരിയായ ഇസ്ലാമിക പ്രതിനിധാനത്തിന്റെ കൂടി പാരമ്പര്യമാണ്. സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പാരമ്പര്യമാണ്. മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ്. മലയാളിയുടെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും ജീവിത രീതിയെയും അവർക്കിടയിലുള്ള സഹവർത്തിത്വത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിച്ച പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരുപാട്, അവരുടെ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത ഒരുപാട് നുണപ്രചരണങ്ങൾ കേരളീയ സമൂഹത്തിനകത്ത് അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് അത്തരത്തിലുള്ള സംഘപരിവാറിന്റെ പ്രചരണങ്ങളെ ഏറ്റെടുക്കുവാൻ ചില ആളുകൾ മുന്നോട്ട് വന്നു. ഭരണകൂടം അതിന് ഏതോ അർത്ഥത്തിൽ വഴിമരുന്നിട്ട് കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് ഈ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നവുമല്ല, ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിന്റെ സാഹോദര്യത്തെയും സഹവർത്തിത്വത്തെയും സൗഹൃദ അന്തരീക്ഷത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് മലയാളി സമൂഹത്തിനകത്ത് കാത്തുസൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹൃദാന്തരീക്ഷത്തെ പോലും തകർക്കുന്ന വിധത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട നീക്കത്തെ ചെറുക്കുക എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. അത് ചെറുക്കണമെങ്കിൽ തുമ്പയെ തുമ്പ എന്ന് വിളിക്കണം. അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് വിളിച്ചു പറയേണ്ടി വരും. ആ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ യാദൃച്ഛികമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രൂപപ്പെട്ടു വരുന്ന ചർച്ചയാണ് ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് അതിന്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടയുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതിനപ്പുറം അവരെല്ലാം അവരുടെ എല്ലാ മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും മാറ്റിവെച്ച ഒരു കൂട്ടരും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ആദ്യം ആരാണ് ഇത്തരത്തിലുള്ള പ്രചാരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് എന്ന കാര്യം മലയാളിയോട് വിളിച്ചു പറയാൻ ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി സന്നദ്ധമാകുന്നത്. രണ്ടാമത് അവരുയർത്തുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇസ്ലാമിനോട് ആളുകൾക്ക് വെറുപ്പുണ്ടാകുന്ന, അറപ്പുണ്ടാകുന്ന, അകൽച്ചയുണ്ടാകുന്ന, അപകടകരമാണ് മുസ്ലിം സമൂഹം എന്ന തെറ്റായ ഒരു പൊതുബോധം രൂപപ്പെടുത്തിയെടുക്കുന്ന അന്തരീക്ഷത്തിന് തുടക്കം കുറിക്കുന്നത് ആര് എന്നിടത്ത് നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് എങ്കിൽ അത്തരം വിമർശനങ്ങളെ നേരിടുന്നതാണ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ മുഖം. ഈ വിമർശനത്തിന്റെ മറുവശം എന്താണെന്ന് പറയുന്ന ക്യാമ്പയിനാണ്. നമുക്കറിയാമല്ലോ ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഒന്ന് നിയോയത്തിസ്റ്റുകളാണ്. നിയോയത്തിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അറിയാത്ത ഒരു നാമമല്ല, യുക്തിവാദികളാണ്.
അതുപോലെ തന്നെ നിരീശ്വരവാദികളാൻ പഴയ ഇടമുറകിന്റെയോ അതല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ആളുകളുടെയോ അല്ല യുടെയോ ഒന്നുമല്ല, മറിച്ച് അതിനപ്പുറത്ത് പുതിയ യുക്തിവാദം, നവനാസ്തികത എന്ന് പേരിട്ട് വിളിക്കുന്നത് മുമ്പ് നാം കണ്ട് പരിചയിച്ച യുക്തിവാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മുമ്പത്തെ യുക്തിവാദികളെ നമ്മൾ നേരിട്ടിട്ടുണ്ട്, നമ്മൾ ആശയ സംവാദം നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തുടക്കത്തിലെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു ഏകശിലാ സാമൂഹ്യ സങ്കല്പത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. ഒരു സംസ്ഥാനത്തിനകത്ത് യുക്തിവാദികൾ ഉണ്ടാകും, മതേതരവാദികൾ ഉണ്ടാകും, മതസമൂഹം ഉണ്ടാവും, മതവിരുദ്ധരായ ആളുകളും ഒക്കെ ഉണ്ടാകും, വ്യത്യസ്ത മത കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാകും. അവരുമായെല്ലാം അതിനാണല്ലോ നമ്മൾ ബഹുസ്വരത എന്ന് പറയുന്നത്, അതിനാണല്ലോ നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ ഡൈവേഴ്സിറ്റിയെ മാനിക്കുന്ന ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദം എന്ന് പറയുന്നത്, നവനാസ്തികത എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന് ജമാഅത്ത് വിശ്വസിക്കുന്നില്ല. അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിനുള്ള കാലത്തോളം. പക്ഷേ പുതിയ നവനാസ്തികതയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മമാരോട്, മുതിർന്നവരോട് ഞാൻ പറയുക, ഇത് നിങ്ങളുടെ കുട്ടികളുമായി കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ വളർന്നു വരുന്ന തലമുറക്കകത്ത്, നമ്മുടെ യങ്സ്റ്റേഴ്സിനകത്ത്, അവരുടെ കയ്യിലുള്ള ഡിവൈസിനകത്ത്, അവരുടെ കയ്യിലുള്ള മൊബൈലിനകത്ത് ഇത്തരം ചിന്താധാരകളുടെ മലവെള്ളപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മനോനുകരങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നു. ഇതാസൂത്രിതമായ നീക്കമാണ്, അല്ല എന്ന് പറയുക സാധ്യമല്ല. അതിൽ നവനാസ്തികർ മുമ്പിലാണ്. ആഗോളതലത്തിൽ തന്നെ രൂപപ്പെട്ടു വന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ ചിന്താധാരയിൽ നിന്ന് രൂപപ്പെട്ട, കേരളത്തിൽ രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചിന്താധാര. അവർ യഥാർത്ഥത്തിൽ ഹൈന്ദവതയ്ക്കെതിരല്ല, അവർ ക്രൈസ്തവതയ്ക്കെതിരല്ല, അവർ സംഘപരിവാറിനെതിരല്ല, അവർ സാമ്രാജ്യത്വത്തിനെതിരല്ല, അവർ സയണിസത്തിനും എതിരല്ല. പഴയ യുക്തിവാദത്തിന്റെ പ്രത്യേകത അതായിരുന്നില്ല. പഴയ യുക്തിവാദത്തിന്റെ പ്രത്യേകത അത് എല്ലാ മതങ്ങൾക്കും എതിരായിരുന്നു, മതയുക്തിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇപ്പോഴത്തെ യുക്തിവാദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധമായ ഒരു മനോഭാവത്തെ, മനോഘടനയെ വളർത്തുക എന്നുള്ളതാണ്, മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, മുസ്ലിം ഭീതി മലയാളത്തിന്റെ മണ്ണിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളീയ സമൂഹത്തിനകത്ത് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമത് ലിബറലിസ്റ്റുകളാണ്. നേരത്തെ സഹോദരി റുക്സാന സാഹിബയുടെ പ്രഭാഷണത്തിൽ അത് വന്നു കഴിഞ്ഞു. രണ്ടുപേരും മാത്രമല്ല, രണ്ടാമത് ലിബറലിസ്റ്റുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്, ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിയന്ത്രണമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമാണോ? ലോകഘടന നിയന്ത്രിതമാണ്, വ്യവസ്ഥാപിതമാണ്, ചിട്ടപ്പെട്ടതാണ്. ആകാശഗോളങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ആകാശഗോളങ്ങളെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചിട്ടപ്പെടുത്തപ്പെട്ട ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗോളങ്ങൾ, അവിടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ താളം രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനൊരു വ്യവസ്ഥയുണ്ടാകുന്നത് ആ വ്യവസ്ഥാപിതമായ സാമൂഹ്യ ചുറ്റുപാടിനകത്ത്, അല്ലെങ്കിൽ പ്രാപഞ്ചിക വ്യവസ്ഥക്കനുസരിച്ച് അകത്ത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സിസ്റ്റത്തിനകത്ത് ജീവിതത്തിനൊരു വ്യവസ്ഥ ഉണ്ടാകേണ്ടതാണ്. ആ വ്യവസ്ഥ പൊളിക്കുന്നതാണ് ലിബറലിസം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ വളരെ വിശദമായി പറഞ്ഞു, സമൂഹത്തിന്റെ നിയന്ത്രണമില്ലാത്ത, അതുപോലെ തന്നെ മതത്തിന്റെ നിയന്ത്രണമില്ലാത്ത, ഒരു നിയന്ത്രണവുമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. സ്വന്തം ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തിന് നൽകുന്നത്. നാം ഈ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ തെരുവോരങ്ങളിൽ നമ്മൾ കണ്ടതാണ് മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാത്ത ആടിത്തുമിറുക്കുന്ന ഒരു പുതിയ ജനറേഷന്റെ അരങ്ങേറ്റം നമ്മുടെ മലയാളി സമൂഹത്തിൽ നമുക്ക് ഇപ്പോൾ ദർശിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളായാൽ പലപ്പോഴും ജനനിബിഡമാകുന്ന, അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകൾക്ക് മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും ഇത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ആടിത്തിമിറുക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അതിന്റെ സൂചനയാണ്.
ഈ പറയപ്പെട്ട ലിബറലിസത്തിലേക്കാണ് നമ്മുടെ ഗവൺമെന്റ് കൂടി യഥാർത്ഥത്തിൽ പാലം വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അതാണ് നമുക്കിടയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട, ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അതൊരു യൂണിഫോമിന്റെ പ്രശ്നമല്ല. ചില ആളുകൾ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊരു യൂണിഫോമിന്റെ പ്രശ്നമാണ്. എന്താ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം, അല്ലെങ്കിൽ പെൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് തീരുന്നതാണോ സുഹൃത്തുക്കളെ? അത് യഥാർത്ഥത്തിൽ ന്യൂട്രൽ ആവുക എന്ന് പറയുന്നതാണ്. മനുഷ്യന്റെ ലിംഗഭേദത്തെ നിരാകരിക്കുക എന്ന് പറയുന്നതാണ്. ആരാണ് നിന്റെ കുട്ടി എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് പലപ്പോഴും കുഞ്ഞ് ജനിച്ചാൽ പ്രസവ റൂമിൽ നിന്ന് നമുക്ക് വിവരം കിട്ടും എന്ത് കുട്ടിയാൻ, ആൺകുട്ടിയാൻ പെൺകുട്ടിയാൻ. അത് അവരുടെ ശാരീരിക ഘടന വെച്ചുകൊണ്ട് തീരുമാനിക്കാറുള്ള കാര്യമാണ്. അത്തരം തീരുമാനം എടുക്കരുത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ശാരീരികമായി പെണ്ണായ ഒരാൾക്ക് ആണാകുവാനും ആണായ ഒരാൾക്ക് പെണ്ണാകുവാനുമുള്ള അനുവാദം നൽകപ്പെടേണ്ടതുണ്ട് എന്ന അരാജകത്വവാദമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് ലിബറലുകളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി അതിനോട് വിയോജിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വിയോജിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ലിംഗഭേദത്തെ അംഗീകരിക്കുന്ന ദർശനമാണ്. ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കുന്ന ദർശനമാണ്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ നീക്കം ലിബറലുകൾക്ക് ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നതിന് അവസരമൊരുക്കുന്ന നീക്കമാണ് എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താ? വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു, ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുമെന്ന്. അതാണോ രാജ്യത്തിന്റെ പ്രശ്നം? അതാണോ കേരളത്തിന്റെ പ്രശ്നം? ആണും പെണ്ണും ഒരുമിച്ചിരിക്കാത്തത് കൊണ്ട് തീരുന്നതാണോ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം? ഒരുപാട് ജീവൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ ഒരുമിച്ചിരുന്നിട്ടും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സംസ്ഥാനത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത്. 2 ഫ്ലഡിന്റെയും ഒരു കൊറോണയുടെയും അത് കഴിഞ്ഞിട്ടുള്ള കോവിഡിന്റെ ഏറ്റവും അവസാനത്തെ പുതിയ അവതാരത്തിന്റെയും അപകടത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കേരളത്തിനകത്ത് നിന്ന് വന്നുകൊണ്ടാണ് ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ തീരാവുന്നതാണ്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഈ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയും. സാംസ്കാരികമായ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് വളരെ കൃത്യമാണ്. പലപ്പോഴും പലരും എന്റെ മുമ്പ് പറഞ്ഞതാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോട് ഒരു മുൻവിധിയും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. പക്ഷേ ഇടതുപക്ഷത്തെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട്, വലതുപക്ഷത്തെയും പിന്തുണച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തോട് ജമാഅത്തെ ഇസ്ലാമി കലഹിക്കുന്നുണ്ട്, വലതുപക്ഷത്തോടും ജമാഅത്തെ ഇസ്ലാമി കലഹിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നതിന്റെയും ജമാഅത്തെ ഇസ്ലാമി കലഹിക്കുന്നതിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളാണ്, വിശുദ്ധ വേദഗ്രന്ഥമാണ്, പ്രവാചകന്റെ തിരുചര്യയാണ്, ധർമാധർമ്മ സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും ഭാഗമാണ്. അതല്ലാതെ ഒരു പക്ഷപാതിത്വവും ഒരു വിഭാഗത്തോടും ജമാഅത്തെ ഇസ്ലാമി പുലർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇടതുപക്ഷത്തോട് വിയോജിക്കുന്നത്. മുമ്പ് യോജിച്ച തലത്തിൽ നിന്ന് ഇടതുപക്ഷം മാറിയത് കൊണ്ടാണ്. അപ്പൊ ലിബറലുകളുമായി ബന്ധപ്പെട്ട അത്തരമൊരു ലിബറൽ ചിന്താധാരയെ ലിബറലുകളോടൊപ്പം നിന്നുകൊണ്ട് പിന്തുണക്കുന്നത് പിന്നീട് ഇടതുപക്ഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നവനാസ്തികരുടെ ഭാഗത്ത് നിന്ന്, ലിബറലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്, കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്, സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും ഒരു സ്വരത്തിലാണ് ഇപ്പോൾ പാടുന്നത്. എല്ലാവരും ഒരു താളത്തിലാണ് ഇപ്പോൾ ഒഴുകുന്നത്. എല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു വിഭാഗത്തെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊന്ന് വീക്ഷിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുക. ആ ചർച്ചയിൽ ജോയിന്റ് അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പലപ്പോഴും മൗദൂദിയെ വെച്ചിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെച്ചിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. മുസ്ലിം സമുദായം മനസ്സിലാക്കുക, മൗദൂദി എന്ന് പറയുന്നത് ഇവരുടെ മറയാൻ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇവരുടെ മറയാൻ. അവർ ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കി, മൗദൂദിയെ മറയാക്കി യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യവത്തായ ജീവിത സങ്കല്പത്തെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം നാട്ടിലൊരു മര്യാദയുണ്ട്, നാട്ടിലൊരു മൂല്യവത്തായ വ്യവസ്ഥയുണ്ട്, നമുക്കെല്ലാം ഒരു കുടുംബ സംവിധാനമുണ്ട്.
അന്തരീക്ഷമുണ്ട്, പരസ്പരം ആണും പെണ്ണും തമ്മിൽ മാനിക്കുന്ന അന്തരീക്ഷമുണ്ട്, ഉപ്പയേതെന്നും ഉമ്മയേതെന്നും തിരിച്ചറിയുന്ന ഒരു സാംസ്കാരികമായ അന്തരീക്ഷം കേരളീയ സമൂഹത്തിലുണ്ട്. അത് രൂപപ്പെടുന്നിടത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യവത്തായ കുടുംബ വ്യവസ്ഥക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊളിക്കണം എന്നൊരു കൂട്ടർ ആഗ്രഹിച്ചാൽ അവർ ആദ്യം പൊളിക്കാൻ ആഗ്രഹിക്കുക ഇസ്ലാമിനെയാണ്. ഇത് പൊളിക്കണമെന്ന് ആരെങ്കിലും ഒരു കൂട്ടർ ആഗ്രഹിച്ചാൽ കേരളത്തിന്റെ മൂല്യവത്തായ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും മകനെക്കുറിച്ചും മകളെക്കുറിച്ചും സഹോദരനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും മുതിർന്നവരെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി ഓരോരുത്തരോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന മൂല്യവത്തായ ഒരു ജീവിത സംവിധാനത്തെ കുറിച്ച്, മൂല്യവത്തായ ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിനിധാനം നിർവഹിക്കുന്നത് ഇസ്ലാമിക ദർശനം മാത്രമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മൂല്യവത്തായ ഒരുപാട് അതിരുകളും പരിധികളും അതുപോലെ തന്നെ മതിലുകളും പൊളിച്ചെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അവരുദ്ദേശിക്കുന്ന ഒരരാജകത്വം ഈ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയാം ഇതിനെ ബുദ്ധിപരമായി അഭിമുഖീകരിക്കുന്നതിൽ ഒരു വലിയ അളവോളം ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുവാൻ ഇവർ നാട്ടക്കുറിയായി സ്വീകരിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാൻ നാട്ടക്കുറിയായിട്ട് സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. നമ്മളെല്ലാവരും കണ്ടല്ലോ, ഇത്തവണത്തെ അക്കാഡമിക് ഇയർ ആരംഭിക്കും. ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്തവണത്തെ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു കോളേജിന്റെ മുമ്പിൽ ഒരുങ്ങിയ ഒരു ഇമേജ്, ഒരുക്കപ്പെട്ട നാട്ടപ്പെട്ട ഒരു ഇമേജ്, എല്ലാ പൂർണ്ണനഗ്നനായ ഒരുത്തൻ പൂർണ്ണനഗ്നയായ ഒരുത്തിയെ ആശ്ലേഷിക്കുന്ന ഒരു കട്ടൗട്ടാണ്. പൂർണ്ണനഗ്നനായ ഒരുത്തൻ പൂർണ്ണനഗ്നയായ ഒരുത്തിയെ ആശ്ലേഷിക്കുന്ന ഒരു കട്ടൗട്ടിലൂടെ തടിക്കുറിപ്പ് എന്താണ്? നിങ്ങൾക്ക് അവൾ ഒരു പക്ഷേ സഹോദരിയാകാം, അല്ലെങ്കിൽ അമ്മയാകാം, ഞങ്ങൾക്ക് അവൾ ഒരു സ്ത്രീ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക, മഹാനായ പ്രവാചകന്റെ മുമ്പിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അയാളോട് തിരിച്ചു ചോദിച്ചത് എന്താണ്? തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്, നിനക്ക് ഉമ്മയുണ്ടോ? അതാണ് ചോദ്യം. നിനക്ക് സഹോദരിയുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നീടുള്ള ചോദ്യങ്ങൾ താങ്ങാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അയാൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ അതിൽ എന്റെ സഹോദരിയുണ്ട്, അവൾ എന്റെ ഉമ്മയാണെന്നും തന്റെ സഹോദരിയാണെന്നുമുള്ള ബോധ്യവും നൽകുന്ന ഒരു ദർശനം ഈ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ കട്ടൗട്ട് SFIക്ക് മാറ്റേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൽ അത്തരം കട്ടൗട്ടുകൾ ഉയരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ഒരു സംസ്കാരത്തെ കേരളത്തിന്റെ മണ്ണിൽ നട്ടുപിടിപ്പിക്കണമെങ്കിൽ അത്തരം സംസ്കൃതിയോട് ശക്തമായി പൊരുതുന്ന ഇസ്ലാമിക ദർശനത്തെ തളർത്തണം. ആ അർത്ഥത്തിലുള്ള അറ്റാക്കാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറും അതോടൊപ്പം തന്നെ ലിബറലിസ്റ്റുകളും നിയോ എത്തിസ്റ്റുകളും ജോയിന്റായി ഇസ്ലാമിന് നേരെ ഇന്ന് ശക്തമായ സ്വഭാവത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചു കാലമായി അവർക്ക് സാംസ്കാരികമായി അവരുദ്ദേശിക്കുന്ന ഒരു മതരഹിതമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതി മാത്രമല്ല, അധികാരത്തിന്റെ തുടർച്ചയും അവരുടെ ആഗ്രഹമാണ്. ബംഗാളും അതുപോലെ തന്നെ ത്രിപുരയ്ക്കും ശേഷം ഈ കേരളീയ സമൂഹത്തിനകത്തും അവരുടെ അധികാരത്തിന്റെ തുടർച്ചയുണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനവർ ഉപയോഗിക്കുന്ന രീതി അത്യന്തം അപകടകരമായ രീതിയാണ്. നമുക്കറിയാം, കുറച്ചു കാലങ്ങളായി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ജനാധിപത്യത്തെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് ചോദ്യശരങ്ങൾ ഉയർന്ന ഒരു തെരുവിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം എന്താ? സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച ഇടതുപക്ഷം, മുതലാളിത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച ഇടതുപക്ഷം, ആഗോളീകരണ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷം, എക്സ്പ്രസ് ഹൈവേ സമരത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷം ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ മറുപക്ഷത്ത് നമുക്ക് നിൽക്കേണ്ടി വന്നത് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജനപക്ഷത്തിൽ നിന്ന് അവർ മാറി അധികാരപക്ഷത്തേക്ക് അവർ മാറി. അധികാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നാം ഏറെ വാല്യൂ കൽപ്പിക്കുന്ന, ഏറെ വില കൽപ്പിക്കുന്ന സമൂഹത്തിന്റെ വരവഭൂസരമായ അന്തരീക്ഷത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായി. അത് കുറച്ചു കാലമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട അതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ലവ് ജിഹാദ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പലരും ഉന്നയിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ അത് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. കണ്ടമാനം പ്രണയിച്ച് വിവാഹം കഴിച്ച എന്നിട്ട് കുട്ടികളുണ്ടായി കേരളത്തിന്റെ ജനസംഖ്യ തന്നെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞത് ആരാ? ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. തിരുത്തിയോ? അത് തിരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് NRCCA സമരം നടന്ന
നടന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ തന്നെ അടുത്ത മുഖ്യമന്ത്രി, ഞാൻ പറയുന്നത് ഇടതുപക്ഷം പിന്നിട്ട് നാൾ വഴികളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. ഈ കേരളീയ സമൂഹത്തിനകത്ത് പരസ്പരം തോളോട് തോളുരുമി ജീവിക്കുന്ന മലയാളി സമൂഹത്തിനകത്ത് ഇപ്പോൾ അവർ വിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ അതുപോലെ തന്നെ ധ്രുവീകരണത്തിന്റെ വിഷവത്ത് അവർക്ക് പോലും തടയിട്ട് നിർത്താൻ കഴിയാത്തത്ര അപകടകരമാണ് എന്നിടതുപക്ഷം മനസ്സിലാക്കുന്നത്. എത്ര നേരത്തെ മനസ്സിലാക്കുന്നോ അത്ര നേരത്തെ മനസ്സിലാക്കുന്നത് അവർക്ക് നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പറയുന്നതൊക്കെ ഏറ്റെടുക്കുന്നതാരാ? അവര് പറയുന്നത് ഏറ്റെടുക്കുന്നത് യോഗി ആദിത്യനാഥാണ്. VS പറഞ്ഞത് ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റെടുത്തതാരാ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റെടുത്തത് നരേന്ദ്രമോദിയാണ്. NRC CAA സമരം നടന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായ ആ സമരത്തിന്റെ കൂടെ അണിനിരന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു NRC CAA സമരത്തിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന്. പത്രകോളങ്ങൾ അത് എഴുതിയതാണല്ലോ. ആ CAA NRC സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. പിന്നീട് അത് ഏറ്റെടുത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ സംഘപരിവാറാണ്. നരേന്ദ്രമോദി അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ പൗരത്വ സമരത്തിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന്. തുടർന്ന് അങ്ങോട്ട് കേരളത്തിൽ നടന്ന പ്രചരണങ്ങൾ എന്താണ്? ലവ് ജിഹാദിലൂടെ നടന്നത്, നാർക്കോട്ടിക് ജിഹാദിലൂടെ നടന്നത്, ഹലാൽ ജിഹാദിലൂടെ നടന്നത്, ഏറ്റവും അവസാനം വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ അല്ലെങ്കിൽ അത് ഗവൺമെന്റ് ഇടപെട്ട സമീപനവുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അർത്ഥഗർഭമായ മൗനം അല്ലെങ്കിൽ അങ്ങേയറ്റത്തിന് നിസ്സംഗമായ ഭാവം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, അത് ബോധപൂർവം സംഭവിച്ചതാണ്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഇടപെടാറില്ലേ എന്ന് ചോദിച്ചാൽ ഇടപെടാറുണ്ട്. എന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാം. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിജിലന്റായ ഒരു ആഭ്യന്തര വകുപ്പുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് മതസംഘടനാ നേതാക്കൾക്കെതിരെ UAPA ചുമത്തിയത്. അതുകൊണ്ടാണ് കേരളത്തിൽ കോഴിക്കോട് ഏതാനും ചെറുപ്പക്കാരായ സഖാക്കൾ ലഘുലേഖ വായിച്ചപ്പോൾ അവർക്കെതിരെ UAPA ചുമത്തിയത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മാവോയിസം ആരോപിച്ചുകൊണ്ട് കുറെ ആളുകൾ വെടിവെച്ചു കൊന്നത്. അത്രയേറെ സ്ട്രോങ് ആയ ഒരു ഹോം മിനിസ്ട്രി, ഒരു ആഭ്യന്തര വകുപ്പ് കേരളീയ സമൂഹത്തിനുണ്ട്. എന്നിട്ടെന്തേ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് സമീപനമാണ് ഉണ്ടായത്? കേരളത്തിലെ നാർക്കോട്ടിക് ജിഹാദ് വന്നപ്പോൾ നമുക്ക് ആ നെട്ടലുള്ള ഒരു ആഭ്യന്തര വകുപ്പിനെ കേരളത്തിൽ കാണാൻ കഴിഞ്ഞില്ല. കേരളീയ അന്തരീക്ഷത്തിൽ അത് സൃഷ്ടിച്ച അപകടകരമായ പ്രവണത നമുക്കറിയാവുന്നതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സൗഹൃദം അത് പ്രണയമാണ്. ആ സൗഹൃദം അത് ആളുകളെ മതപരിവർത്തനം നടത്താനുള്ളതാണ് എന്ന സ്വഭാവത്തിലേക്കുള്ള തെറ്റായ നീക്കങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ ആദ്യം തന്നെ അതിനെ തടയിടേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് നടന്നു. നാർക്കോട്ടിക് ജിഹാദ് നടന്ന ഘട്ടത്തിലും കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയല്ലേ ചെയ്തത്. ആ ഭരണകൂടത്തിന് കൃത്യമായ പക്ഷമുണ്ട് എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. വാസവൻ മന്ത്രിയെ ആ സ്ഥാനത്തേക്ക് പറഞ്ഞയച്ച അത്രയേറെ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയ മന്ത്രിയെ ആശീർവദിച്ച് എല്ലാം തീർന്നു എന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറയുമ്പോൾ 26% വരുന്ന വേദനിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷം കുറെ കഴിഞ്ഞു, എല്ലാ പരിക്കുകളും കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു അത് തെറ്റായി പോയി എന്ന്. ഹലാൽ ജിഹാദിലും അതാണ് നടന്നത്. ഹലാൽ ജിഹാദിന്റെ എല്ലാ പരിക്കും വന്നതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു അത് അപകടകരമാണ് എന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറയുക, വാഹനം പോയിട്ട് കൈ കാണിക്കുന്ന യാത്രക്കാരന്റെ നിലപാടിലേക്ക് ഒരു മുഖ്യമന്ത്രി മാറാൻ പാടില്ല എന്നുള്ളതാണ്. പരിക്കൊക്കെ മലയാളി സമൂഹത്തിന് വരുത്തിയതിന് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ അപകടകരമായ നീക്കം അഥവാ സംഘപരിവാറിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന അപകടകരമായ നീക്കം, കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നീക്കം യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഇതര മതവിഭാഗത്തെ കൂടി അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ഞങ്ങൾ വളരെ അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് മലയാളി സമൂഹത്തെ ഞങ്ങൾ കാണുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ക്യാമ്പയിനിലുടനീളം ഇതര മത സഹോദരങ്ങൾ വിളിച്ചു ചേർത്തു, അവരോട് സംസാരിച്ചു, അവരോട് ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവരോട് സംസാരിച്ചു. കാരണം എന്താണ്? അവർക്ക് മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ട, അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഇസ്ലാമുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? ആ ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്. അതുപോലെ തന്നെ ആ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്. ആ ഇസ്ലാം മതപരിവർത്തനത്തിന്റെ മതമാണ്. ആ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ്. ആ ഇസ്ലാം
മഹാനായ പ്രവാചകന്റെ വിവാഹത്തെ വരെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമാണ്. അത്തരത്തിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചിത്രം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ, ഒരുപാട് ആളുകളിൽ നൂറുകണക്കിന് ആളുകളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി. അവരോട് ഞങ്ങൾ സംസാരിച്ചോ, ഇസ്ലാമിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചോ. അവർ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് പലപ്പോഴും അത്തരം സംവാദങ്ങൾക്ക് ശേഷം പിരിഞ്ഞുപോയത് എന്നത് നമുക്കേറെ ആനന്ദം പകരുന്ന അനുഭവമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ് ജമാഅത്തെ ഇസ്ലാമി രണ്ടാമത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, കേരളത്തിന്റെ ഈ ബഹുസ്വരതയെ തകർക്കുന്നതിന് രാഷ്ട്രീയമായ ലാക്കോടുകൂടി സംഘപരിവാറിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സ്വഭാവത്തിൽ ഇടതുപക്ഷത്തിന്റെ മുൻകൈയോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഇരു ഷോൾഡറിലും ഇരുന്നു കൊണ്ട് നിയോ എത്തിസ്റ്റുകളും ലിബറലിസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ രാഷ്ട്രീയം മലയാളി സമൂഹത്തോട് പറയുക. രണ്ട്, അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണത്തിന് വളരെ കൃത്യമായ മറുപടി നൽകുക. ഇത് രണ്ടും വളരെ ഭംഗിയായി ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇടതുപക്ഷത്തിന്റെ അതുപോലെ തന്നെ ഇത്തരം ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് എന്ന് പറയുന്നത് ആരാ? ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെ തങ്ങളുടെ ദർശനത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ആശയത്തെ സ്ഥാപിച്ചെടുക്കുകയും മനുഷ്യരുടെ കോടിക്കണക്കിന് മനുഷ്യരുടെ തലയോട്ടിക്ക് മുകളിൽ തങ്ങളുടെ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ആളുകളാണ് ഇസ്ലാമിനോട് യുദ്ധത്തിന്റെ മതം എന്ന് പറയുന്നത്. നമുക്കറിയില്ല ഇസ്ലാം എന്താണ് എന്ന്. അതുകൊണ്ട് ആളുകൾ ആളൊഴിഞ്ഞ പോസ്റ്റിലേക്ക് ഗോളടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇസ്ലാം എന്ന് വിശദീകരിക്കപ്പെടുന്നില്ല. ഇസ്ലാം എത്രമാത്രമാണ് യുദ്ധത്തെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നില്ല. നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം എന്നുവരെ ഉത്തരവാദപ്പെട്ട ആളുകൾ കേരളത്തിൽ പ്രസ്താവന നടത്തുകയുണ്ടായി. ഒരിടതുപക്ഷ ബുദ്ധിജീവി എന്ന് സ്വയം നടിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 6-ാം നൂറ്റാണ്ടിൽ അന്നത്തെ കാര്യങ്ങൾ തീരുമാനിച്ചത് യുദ്ധമാണ്. അന്ന് ജനാധിപത്യ സംവിധാനങ്ങളില്ല. ഗോത്രങ്ങളായി തിരിഞ്ഞ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. അവർക്കിടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ജനതക്കിടയിൽ 23 കൊല്ലക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പരിഷ്കൃത സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ രൂപപ്പെടുത്തിയെടുത്തു. അപരിഷ്കൃത ജനതയെ പ്രവാചകൻ മാറ്റി. ആ മാറ്റത്തിന് പ്രവാചകൻ 23 കൊല്ലമെടുത്തു. ആ 23 കൊല്ലം കൊണ്ട് യുദ്ധം കൊണ്ട് സംസാരിച്ചിരുന്ന ജനതയോട് കരാറ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അവരെ ചേർത്ത് നിർത്തി. എന്നിട്ട് പ്രവാചകൻ സാധിച്ചെടുത്ത ഒരു നവസമൂഹത്തിന്റെ ഒരു നവനാഗരികതയ്ക്ക് കുരുതി കൊടുക്കേണ്ടി വന്നത് എത്ര പേരെയാണെന്ന് ചോദിച്ചാൽ 1000-ൽ താഴെ പേരെയാണ്. 1000-ൽ താഴെ പേരെയാണ്. ഒരു 250ഓളം വരുന്ന മുസ്ലിം സുഹൃത്തുക്കളും അതുപോലെ തന്നെ 700 ചില്ലാനും വരുന്ന മുശ്രിക്കുകളും 6-ാം നൂറ്റാണ്ടിൽ യുദ്ധങ്ങളുടെ കാലത്ത് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു നവനാഗരികത കെട്ടിപ്പടുക്കാൻ യഥാർത്ഥത്തിൽ അന്ന് മരണപ്പെട്ട ആളുകളുടെ എണ്ണം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണമാണ്. ആ മതത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് ചൂണ്ടിയിട്ട് പ്രാകൃത മതമെന്നും യുദ്ധത്തിന്റെ മതമെന്നും വിശേഷിപ്പിക്കുന്നത് ആരാ? നമ്മുടെ രാജ്യത്ത് മനുഷ്യ രക്തം കൊണ്ട് ഏതാണ്ട് രക്തപ്പുഴ ഒഴുക്കിയ ആളുകളാണ്. തലയോട്ടിക്ക് മുകളിൽ കൊടിയാട്ടിയ ആളുകളാണ്. നമുക്കറിയാമല്ലോ, 1-ാം ലോക യുദ്ധം. ബഹുമാന്യനായ TK മർഹൂം TK KT പറയാറുള്ളത് പോലെ 1-ാം ലോക യുദ്ധം എന്ന് നമ്മൾ പറയില്ല. നമ്മൾ എന്താ പറയുക? 1-ാം ലോക മഹായുദ്ധം. അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്? 1-ാം ലോക മഹായുദ്ധത്തിന് കുരുതി കൊടുക്കപ്പെട്ടത് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 63 ലക്ഷം. 2-ാം ലോക യുദ്ധം എന്ന് പറയില്ല, ബഹുമാനത്തോടു കൂടി പറയും 2-ാം ലോക മഹായുദ്ധം. അതിനുവേണ്ടി കുരുതി കൊടുക്കപ്പെട്ടത് എത്ര? 73 ലക്ഷം, 1 കോടിയോളം ആളുകൾ. സോവിയറ്റ് റഷ്യൻ വിപ്ലവം, മഹത്തായ റഷ്യൻ വിപ്ലവം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതിനുവേണ്ടി കുരുതി കൊടുക്കപ്പെട്ടവർ എത്ര? 1 കോടിക്കധികം ആളുകളാണ്. ഈ അർത്ഥത്തിൽ കോടികളെ കുരുതി കൊടുത്ത ആളുകളാണ്. കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത് 94 മില്യൺ അഥവാ 9,40,00,000 ആളുകളെ കുരുതി കൊടുത്ത 9,40,00,000 മനുഷ്യ തലയോട്ടിക്ക് മുകളിലാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ചെങ്കൊടി നാട്ടിയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരാണ് ഇവിടെ ഇരുന്നിട്ട് ചാരകസേരയിൽ ഇരുന്നിട്ട് ഇവരാണ് അങ്ങ് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതത്തെ കുറിച്ച് യുദ്ധമതം ആ അർത്ഥത്തിലുള്ള വിശേഷണങ്ങളോടുകൂടി സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലത് നമ്മൾ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് കണക്കെടുപ്പ് നടത്താം. ഓരോ ദർശനങ്ങളും ഈ രാജ്യത്ത് കടന്നു വന്നത് എങ്ങനെയാണ്, അവരെല്ലാം ഈ സമൂഹത്തോട് സംവദിച്ചത് എങ്ങനെയാണ്. നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എല്ലാ ബഹുസ്വര സമൂഹത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ജനവിഭാഗവുമായി ഞങ്ങൾ ആശയവിനിമയം നടത്താൻ സന്നദ്ധമാണ്. ആധുനിക ദർശനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ ദർശനങ്ങൾ അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി കൈവച്ചതിന്റെ 100-ൽ 1 10,000-ൽ 1 പോലും
മനുഷ്യാവകാശങ്ങൾക്ക് മേൽ കൈവെക്കാതെയാണ് ഇസ്ലാം അതിന്റെ ആശയ പരിവർത്തനത്തിന്റെ അധ്യായം തുറന്നു വെച്ചിട്ടുള്ളത് എന്ന് ഏത് സത്യസന്ധരായ ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അപകടകരമായ പ്രചരണങ്ങളുണ്ട്. അതിനെ ജമാഅത്തെ ഇസ്ലാമി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ടാമത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം, പലപ്പോഴും പറയാണ്ട് ജിഹാദികൾ. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഈ നാട്ടിലെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മനസ്സിൽ ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താ? ജിഹാദി എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർ ഭയപ്പെടും. ജിഹാദി എന്ന് പറഞ്ഞാൽ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, അപകടകാരിയാണ്, അങ്ങനെയാണ് ചിന്തിക്കുക. ഭീകരമായ കൊമ്പും തേറ്റയുമുള്ള അപകടകാരിയായ ഒരു ഇമേജാണ് ഭീകരവാദി അല്ലെങ്കിൽ ജിഹാദി എന്ന് പറയുമ്പോൾ വരിക. ജിഹാദി എന്ന് പറഞ്ഞാൽ അത് ടെററിസ്റ്റ് ആണ്, ഫണ്ടമെന്റലിസ്റ്റ് ആണ് എന്ന ഒരു സ്വഭാവത്തിൽ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? എന്താണ് ജിഹാദ് എന്ന് പറയുന്നത്? അത് പവിത്രമായ ഒരു കാര്യമാണ്. അത് പവിത്രമായ ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഋഷിമാരും ും സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രവാചകന്മാരും നിർവഹിച്ച ഒരു ദൗത്യത്തിന്റെ, ഈ കാലഘട്ടത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനും അധർമ്മത്തിന്റെ ഉച്ചാടനത്തിനും വേണ്ടി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ത്യാഗ പരിശ്രമങ്ങൾക്ക് പറയുന്ന സുന്ദരമായ പേരാണ് ജിഹാദ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ അർത്ഥത്തിലല്ല ജിഹാദ് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ ജിഹാദുമായി ബന്ധപ്പെടുത്തി പറയുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക, നിങ്ങൾ അതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇതിനർത്ഥം നിങ്ങൾ തീവ്രവാദിയാവുക എന്നല്ല, നിങ്ങൾ ഭീകരവാദിയാവുക എന്നല്ല, നിങ്ങൾ വിധ്വംസക പ്രവർത്തനം നടത്തുക എന്നല്ല, നിങ്ങൾ അട്ടിമറി നടത്തുക എന്നല്ല. നിങ്ങൾ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രതിനിധാനം നിർവഹിച്ച ആ സത്യത്തിന്റെ സാക്ഷ്യം സമൂഹത്തിന്റെ മുമ്പാകെ സുന്ദരമായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ എല്ലാ വാല്യൂസിനെയും സമൂഹത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രഭാഷണം കൊണ്ടാകാം, എഴുത്തുകൊണ്ടാകാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം. അതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഇസ്സത്ത് എന്നുകൂടി വിശുദ്ധ ഖുർആനും അവരുടെ ജീവിതചര്യയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൽ പരാമർശിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്തുകൊണ്ടാണ്? ഇറാഖിലൂടെ, സിറിയയിലൂടെ, ഈജിപ്തിലൂടെ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൂടെ മുഴുവൻ നടന്ന് എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ പരിശുദ്ധ കഅബാലയം പണിത്, അതും കഴിഞ്ഞ് ഒരു ജനതയെ വളർത്തിയെടുത്ത, എന്നിട്ടൊരു നാഗരികതയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടക്കം കുറിക്കുമ്പോൾ അതൊന്നും നിർവഹിച്ചത് വാളുകൊണ്ടല്ല, അതൊന്നും നിർവഹിച്ചത് ബോംബ് കൊണ്ടല്ല. ഒരു ലോകത്ത് തുല്യതയില്ലാത്ത 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രവാചകൻ മരുഭൂമിയിലൂടെ അലഞ്ഞ് ആശയ പരിവർത്തനം നടത്തി ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ മുമ്പാകെ സുന്ദരമായി ഇസ്ലാമിനെ ആവിഷ്കരിച്ചത് ആയുധം കൊണ്ടല്ല, ആശയം കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആശയ പ്രചരണം എന്ന് പറയുന്നത് ആയുധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ മൂർച്ചയുള്ള സുന്ദരമായ ഒരാശയം കൊണ്ട് നിർവഹിക്കുന്ന ധർമ്മസമരത്തിന്റെ പേരാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നീ ഒരു ജിഹാദിയാണോ എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ കുത്തുബുദ്ദീനെ പോലെ നമ്മളെ ചില ആളുകൾ കൈകൂപ്പിയിട്ട് പറയും ഞാൻ ജിഹാദിയല്ല എന്ന്. അത്തരം ഒരു ഇമേജ് സൃഷ്ടിച്ചതാരാണ്? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ് സമുദായത്തോട്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ല, ഇത് ഈ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളീയ സമൂഹത്തിനകത്ത് ഈ അകൽച്ചയുടെയും അതുപോലെ തന്നെ ധ്രുവീകരണത്തിന്റെയും വിത്തുവാകുന്നത് മലയാളിയെ തന്നെ തകർക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിന് മരുന്നിട്ട് കൊടുക്കുന്ന അപകടകരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കേട്ടതല്ല ഇസ്ലാം, നിങ്ങൾ കമ്മ്യൂണിസത്തിൽ നിന്ന് കേട്ടതല്ല ഇസ്ലാം, നിങ്ങൾ ലിയോ എത്തിസ്റ്റുകളിൽ നിന്ന് കേട്ടതല്ല ഇസ്ലാം, നിങ്ങൾ ലിബറലിസ്റ്റുകളിൽ നിന്ന് കേട്ടതല്ല ഇസ്ലാം, നിങ്ങൾ സംഘപരിവാറിൽ നിന്നും സാമ്രാജ്യത്വത്തിൽ നിന്നും സയനിസത്തിൽ നിന്നും കേട്ടതല്ല ഇസ്ലാം. എന്താണ് ഇസ്ലാം എന്ന് കൂടി ജമാഅത്തെ ഇസ്ലാമി വളരെ സുന്ദരമായി വിശദീകരിക്കുന്നു. ഇത് പറയുമ്പോൾ ഇപ്പോ ഏതാണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സമ്മേളനങ്ങളിൽ മുഴുവൻ അവർ ഇപ്പോൾ അവരുടെ ഒന്നാമത്തെ വർത്തമാനം കഴിഞ്ഞ് രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെയാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഈ ക്യാമ്പയിൻ ഇത്ര സുന്ദരമായി
ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത് വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര സുന്ദരമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഓരോ ദിവസവും ഒരുക്കപ്പെട്ട വേദികളിൽ, ഇൻഡോർ പരിപാടികളിലും പബ്ലിക് പരിപാടികളിലും ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാം, സന്തോഷമേ ഉള്ളൂ. വിമർശനമില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്പം ആശങ്കയാൻ. എന്തോ നമുക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുന്ന ഒരു ഇസ്ലാമുമായിട്ട് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ അധർമ്മത്തോടും അനീതിയോടും നെറുകേടുകളോടും അതുപോലെ തന്നെ വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളോടും യോജിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് വിമർശനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ശരിയായ വഴി വെട്ടിത്തെളിയിക്കുന്നിടത്ത് അതിന് വെളിച്ചം നൽകുന്ന കാര്യമാണ്. അതിന് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ വിമർശനം എന്ന് പറയുന്നത് അത്യന്തം നിരർത്ഥകമായ വിമർശനങ്ങളാണ്, പൊള്ളയായ വിമർശനങ്ങളാണ്, പലപ്പോഴും വസ്തുതയ്ക്ക് നിരക്കാത്ത വിമർശനങ്ങളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മേലെ ചാർത്തിയുള്ളത് ഗെയിലാണ്. നിങ്ങൾ ഗെയിലല്ല, കെ റെയിലാണ്, സിൽവർ ലൈനാണ്. സിൽവർ ലൈനും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ എന്താണ് ബന്ധമെന്ന് എനിക്കറിഞ്ഞു. സിൽവർ ലൈനുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെതായ നിലപാട് രൂപപ്പെടുത്തിയെടുക്കും ഇൻഷാ അല്ലാഹ്. അതല്ല വിഷയം. ഇപ്പോൾ പ്രക്ഷോഭത്തിലിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ അതുപോലെ തന്നെ മറ്റു കൂടെയുള്ള സംഘടനകളെ നിർവീര്യമാക്കുവാൻ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ ചുവട് നടക്കുമ്പോൾ ആ പറയപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നത് എത്രമാത്രം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് എന്ന് ഇടതുപക്ഷത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ചില ആളുകൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ മുഖം മൂടി മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഞാൻ പറയുക, യഥാർത്ഥത്തിൽ അതിലേക്കും നമുക്ക് വരാം. ഈ കേരളീയ സമൂഹത്തെ യഥാവിധി പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷമായാലും മതമുള്ളവരായാലും മതമില്ലാത്ത എല്ലാവരുമായി ആശയവിനിമയം നമുക്കാകാവുന്നതാണ്. കേരളീയ സമൂഹം പ്രബുദ്ധമാണ്, സാക്ഷരമാണ്, അതുപോലെ തന്നെ പരസ്പരം പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. ആ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ആശയ സംവാദം നടത്തുകയും ചെയ്യുന്നതിന് പകരം ഏകപക്ഷീയമായ പൊയ്വടികൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ ഉതിർക്കുന്നത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് നേരത്തെ ഇവിടെ വന്നൊരു കാര്യമാണ്. ഇസ്ലാമിക പ്രസ്ഥാനം വളരെ ജനാധിപത്യപരമായിട്ടാണ് ആളുകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ് അത് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹവുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു നീക്കവും ജമാഅത്തെ ഇസ്ലാമിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിന്റെ അകത്ത് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അത് സമൂഹത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഏതോ ഉപഗ്രഹ ജീവിയല്ലല്ലോ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആളുകൾക്കറിയാം. എന്നിരിക്കെ ഇങ്ങനെയുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുമ്പോൾ, പൈശാചികവൽക്കരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതാണോ നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി? അവർ പലപ്പോഴും വീടില്ലാത്ത ഞങ്ങൾക്ക് വീട് കെട്ടിത്തരുന്നവരാണ്, അവർ ചികിത്സയില്ലാത്ത
കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചികിത്സ നൽകുന്നവരാണ്. അവർ പലപ്പോഴും ജീവിതത്തിന്റെ ഉപജീവനത്തിന് വഴിമുട്ടുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരുന്നവരാണ്. കാസർഗോഡാണെങ്കിൽ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ദുരിതബാധിതരായ ഒരു ജനവിഭാഗത്തിനകത്ത് നാടാകെ ഓടി നടന്ന് പള്ളിയിലും പള്ളിക്കൂടങ്ങളിലും കയറി ചെന്ന് ഫണ്ട് പിരിവ് നടത്തി എന്നിട്ട് ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് ആശ്വാസത്തിന്റെ മേൽക്കൂര പണിതവരാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അനുയായികൾ പറയുമ്പോൾ അപ്പോൾ വരുന്ന മറുപടിയാണ് അത് കാപ്പട്യമാൻ, അത് മുഖം മൂടിയാൻ. അങ്ങനെയാണെങ്കിൽ എല്ലാ മുഖം മൂടിയും നമുക്ക് അഴിച്ചു വെക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ഇടതുപക്ഷം അണിഞ്ഞ മുഖം മൂടി അല്ലേ, അതിനെ കുറിച്ചല്ലേ പറയേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ അറിയില്ല. ഇസ്ലാമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, പ്രവാചകന്റെ പ്രതിനിധാനമാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കാം, മതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ്? വളരെ കൃത്യമായി ജനങ്ങളോട് പറയണം. ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരുപാട് മതവിശ്വാസികൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, നെറ്റിയിൽ നമസ്കാരത്തേമ്പുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസം എന്തുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നില്ല? കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതത്തോടൊപ്പമാണോ? അതല്ല, മതത്തോട് അവർക്ക് വിശാലമായ മനസ്സുണ്ടോ? അല്ലല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ജനവിഭാഗത്തിനകത്ത് ഒരു മതരഹിത സമൂഹത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അതിനല്ലേ നിങ്ങളുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി കടന്നു വരുന്നത്? അതിനല്ലേ നിങ്ങൾ ജെൻഡർ ഈക്വാലിറ്റിയുമായി കടന്നു വരുന്നത്? അതിനല്ലേ നിങ്ങൾ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ നിങ്ങൾ നിയോ എത്തിസ്റ്റുകളുടെ കൂടെ നിൽക്കുന്നത്? അതിനല്ലേ നിങ്ങൾ ലിബറലിസ്റ്റുകൾക്ക് ചിറകുരുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് നിരാകരിക്കുക സാധ്യമാണോ? മതത്തെക്കുറിച്ച് മൗലികമായ നിങ്ങളുടെ നിലപാടെന്താണ്? മതത്തെക്കുറിച്ച് കമ്മ്യൂണിസം പൂത്തുലഞ്ഞ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വീകരിച്ച അപ്രോച്ച് എന്താണ്? നമുക്ക് ചർച്ചയ്ക്ക് വെക്കാം. ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാന സന്നദ്ധമാണ്. നിങ്ങൾക്ക് പറയാം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ എന്ത് ആശയമാണുള്ളത്, നിങ്ങൾക്ക് പറയാം രാജ്യം കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എന്ത് കാഴ്ചപ്പാടാണുള്ളത്, നിങ്ങൾക്ക് പറയാം ഇസ്ലാം ഖുർആനിനും വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ തിരുചര്യക്കും വിരുദ്ധമായ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയിലുള്ളത്? ഞാൻ പറയുന്നു, ഞങ്ങൾ തിരുത്താൻ സന്നദ്ധമാണ്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി അതിന് സന്നദ്ധമാണ്. തിരിച്ച് ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ സന്നദ്ധമാണോ? കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് മതത്തോടുള്ള സത്യസന്ധമായ നിലപാട് തുറന്നു പറയാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ടി വരും, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതത്തിന്റെ വിരുദ്ധമായ പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതല്ലാതെ നിങ്ങൾ എന്താണ് പറയുക? നമുക്കറിയാമല്ലോ, മാർക്സ് അങ്ങനെയാണ് പറഞ്ഞത്, എംഗൽസ് അങ്ങനെയാണ് പറഞ്ഞത്, സഖാവ് ലെനിൻ അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ കൊടിയേരി സഖാവ് വരെ അതല്ലേ പറഞ്ഞത്? മതത്തോട് ഞങ്ങളുടെ നിലപാടെന്താണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാൻ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതല്ലേ കമ്മ്യൂണിസത്തിന്റെ നിലപാട്? മതം ലഹരിയാണ്. ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന നമസ്കരിക്കുന്ന വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യമാണോ? മതം ഒരു ലഹരിയായിട്ടാണോ നിങ്ങൾ കാണുന്നത്? മതം നിരർത്ഥകമാണ്, അത് മിഥ്യയാണ് എന്ന സത്യം എന്തുകൊണ്ട്, മതം മിഥ്യയാണെന്ന സത്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തോട് പറഞ്ഞുകൂടാ? മതവിശ്വാസികളോട് പറഞ്ഞുകൂടാ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പറയാറുണ്ട്, അത് മാത്രമല്ല സഖാവ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് മർദ്ദിതരുടെ നെടുവീർപ്പാണ് മതം, മർദ്ദിതരുടെ നെടുവീർപ്പാണ്, ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണ്, മാത്രമല്ല ചൈതന്യരഹിതമായ അവസ്ഥയിലെ ചൈതന്യമാണത്. അതവിടെ ഇരിക്കട്ടെ, ചൈതന്യരഹിതമായ അവസ്ഥയിലെ ചൈതന്യമാണ്, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ്, മർദ്ദിതന്റെ നെടുവീർപ്പാണ്. എന്നിട്ട് പറഞ്ഞതെന്താ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ട് മാർക്സ് തന്നെ പറയുന്നുണ്ട്, മിഥ്യാസൂര്യനാണ്, മനുഷ്യന് ചുറ്റും കറങ്ങുന്ന മിഥ്യാസൂര്യനാണ് മതം എന്ന് മാർക്സ് പറയുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ മതത്തോടുള്ള ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ കാപ്പട്യത്തിന്റെയും അതുപോലെ തന്നെ മുഖം മൂടിയുടെയും ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ സത്യസന്ധമായ നിലപാടിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങളുടെ താത്വികാചാര്യന്മാർ മതവിശ്വാസികളോട് സ്വീകരിച്ച സമീപനം തുറന്നു പറഞ്ഞുകൊണ്ട് മതവിശ്വാസികളെ സംഘടിപ്പിക്കുവാൻ കേരളത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ ലെനിൻ പറഞ്ഞു, ലെനിൻ ഏതാണ്ട് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അഥവാ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ലെനിൻ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നാം ദൈവവുമായി മല്ലിടും, അത്യുന്നത സ്വർഗത്തിൽ വെച്ച് അവനെ നാം കീഴടക്കും, അവൻ അഭയം തേടുന്നിടത്തെല്ലാം ചെന്ന് നാം അവനെ ശാശ്വതമായി നിഗ്രഹിക്കും.
അനുഗ്രഹിക്കും. ഇതങ്ങ് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൂടെ? ദൈവത്തോട് ഞാൻ മല്ലിടും, സ്വർഗത്തിൽ പോയി ദൈവത്തെ കീഴടക്കാം, അവിടെ നിന്നും വേറെ എവിടെയെങ്കിലും പോയിട്ട് ദൈവം അന്തിമ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്തിമമായിട്ട് ദൈവത്തെ നിഗ്രഹിക്കാം. ഇത് പാവം മതവിശ്വാസികളോട് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞു വരുന്നത് സത്യസന്ധമായ നിലപാടിലേക്ക് ഇടതുപക്ഷം വരണം. ആശയപരമായ സംവാദത്തിന് നമുക്കാകാവുന്നതാണ്. ആ അർത്ഥത്തിൽ തുറന്ന സംസാരം നടത്തുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന അപകടകരമായ വില കുറഞ്ഞ രാഷ്ട്രീയം കേരളത്തെയാണ് തകർക്കുക. കേരളത്തിന്റെ മത സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തെയാണ് തകർക്കുക. സഖാവ് EMS പറഞ്ഞല്ലോ, മാർക്സിസ്റ്റുകാരൻ ഭൗതികവാദിയായിരിക്കണം. EMS അദ്ദേഹത്തിന്റെ സാംസ്കാരിക വിപ്ലവം മതം മാർക്സിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മാർക്സിസ്റ്റുകാരൻ ഭൗതികവാദിയാൻ മാത്രമല്ല അതായത് മതത്തിന്റെ ശത്രുവാൻ. ഇത് തുറന്നങ്ങ് പറഞ്ഞിട്ട് നമുക്കാകാം. ഞാൻ പറയുന്നത് മതത്തോടുള്ള തുറന്ന സമീപനം എന്തെന്ന് പറഞ്ഞിട്ട് മതവിശ്വാസികളെ സംഘടിപ്പിച്ചിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുവാൻ എത്രമാത്രമാണ് നിങ്ങൾക്ക് കഴിയുക? ഈ അർത്ഥത്തിലുള്ള സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്, മാർക്സ് സ്വീകരിച്ചിട്ടുള്ളത്, എംഗൽസ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അത് കേവലം താത്വികമായ നിലപാടല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്ത് മുഴുവൻ അവരത് നടപ്പാക്കിയിട്ടുണ്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസത്തിന് അധികാരം കിട്ടിയ ഇടങ്ങളിൽ മതത്തിന്റെ ഇവിടം എവിടെയായിരുന്നോ? മതം മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആത്മാവ്, ആത്മീയത എന്ന് പറയുന്നത് എന്റെ ശരീരമല്ല ഞാൻ എന്ന് പറയുന്നത്. എന്റെ ആത്മാവും ശരീരവും കൂടുന്നിടത്താണ് മനുഷ്യനും മനുഷ്യത്വവും രൂപപ്പെടുന്നത് എന്ന ഉജ്ജ്വലമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആധുനിക ദർശനങ്ങൾ മനുഷ്യന്റെ ഭൗതികമായ ശരീരത്തെ മാത്രം അഭിമുഖീകരിച്ചപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു ദർശനമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നമുക്കറിയാം കമ്മ്യൂണിസം അധികാരത്തിൽ വന്നെടുത്ത മതത്തെ എവിടെയാണ് ഇരുത്തിയിട്ടുള്ളത്? അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. ചൈനയിലെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ചൈനയിൽ ഉഴുഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 3 പള്ളി തകർക്കപ്പെട്ടു. എങ്ങനെയാണ് പള്ളി തകർക്കപ്പെട്ടത്? ആദ്യം ചെങ്കൊടി നാട്ടി പള്ളിയുടെ മുകളിൽ കമ്മ്യൂണിസത്തിന്റെ കൊടി നാട്ടി, രണ്ടാമത് 3 പള്ളികൾ തകർത്ത്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ പള്ളി പിന്നീട് പബ്ലിക് ടോയ്ലറ്റായി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് തുറന്ന് സംസാരിക്കാം. ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് ഉഴുകൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം 30 ലക്ഷത്തോളം വരുന്ന ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ്. മാത്രമല്ല 2016 അവരുടെ പൗരത്വം നിരാകരിക്കുന്നതിന് സമാനമായ സ്വഭാവത്തിൽ അവരുടെ പാസ്പോർട്ട് വാങ്ങിവെച്ചവരാണ്. നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഈ അർത്ഥത്തിലാണ് ചൈനയുടെ അനുഭവം എന്ന് പറയുന്നത്. സോവിയറ്റ് റഷ്യയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയാണ്. 1917 ശേഷം റഷ്യ അവരുടേതായ ആധിപത്യത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 25,000 പള്ളികൾ ഉണ്ടായിരുന്ന റഷ്യയിൽ 1940 ആയപ്പോ 1500 പള്ളി, 1970 ആയപ്പോ 500 പള്ളി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പള്ളികൾ തകർത്തു. സ്റ്റാലിൻ 4 കോടി ജനങ്ങളെ കൊന്നിട്ടാൻ. 4 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗവും പെടും. സ്വന്തം പാർട്ടി സഖാക്കളെ വരെ കൊന്ന 4 കോടിക്ക് മുന്നിൽ 4 കോടി മനുഷ്യ മൃതദേഹത്തിന് മുമ്പിൽ കൊടിനാട്ടിയിട്ട അങ്ങ് സ്റ്റാലിൻ കമ്മ്യൂണിസത്തെ നിലനിർത്തിയത്. അതിനകത്ത് ഏതാണ്ട് വില കൊടുക്കേണ്ടി വന്നത് ആരൊക്കെയെന്ന് അറിയാമോ? 25,000-ഓളം പള്ളി സ്റ്റാലിൻ തകർത്തു. മതപാഠശാലകൾ അടച്ചുപൂട്ടി. ഖുർആൻ ചുട്ടുകരിക്കപ്പെട്ടു. അറബി ലിപി നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളാണോ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്? ഒരൊറ്റ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 കോടി ജനങ്ങളെ കൊന്നൊടുക്കി, മതശാലകൾ അടച്ചുപൂട്ടി, എന്നിട്ട് അറബി ലിപി നിരോധിച്ച് വിശുദ്ധ ഖുർആൻ ചുട്ടുകരിച്ച 25,000-ഓളം പള്ളി തകർത്ത സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരാളുടെ ഛായാചിത്രത്തിന് താഴെ നിന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യം പഠിപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് കുറച്ച് കടന്ന കൈയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കുറച്ച് കടന്ന കൈയാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെ കാണാൻ ഒക്കില്ല. നിങ്ങൾ കാസർഗോഡാണ് ഞാൻ സംസാരിക്കുന്നത്. കാസർഗോഡ് എത്ര വിധവകളുണ്ട് കണക്കെടുത്തോ? വിധവകളുണ്ട്. കാസർഗോഡ് എത്ര വിധവകളുണ്ട്? ആ വിധവകളുടെ ഉത്തരവാദികൾ ആരാണ്? കണ്ണൂരിലേക്ക് ചെന്നാൽ വിധവകൾ എത്രയുണ്ട്? ആ വിധവകളുടെ ഉത്തരവാദികളാരാൻ? രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ കുരുതി കൊടുക്കപ്പെട്ട അനാഥ മക്കൾ എത്രയുണ്ട്? കണക്കെടുപ്പ് നടത്തണം. ഒരു പക്ഷേ ഞാൻ പറയുക, സിൽവർ ലൈനിന്റെ കണക്കെടുപ്പ് നടത്തുന്നതിന് മുമ്പ് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ കണക്കെടുപ്പ് നടത്തുന്നത് നല്ലതാണ്. ആ കണക്കെടുപ്പ് നടത്തിയാൽ ഈ കാസർഗോഡ് എത്ര പേരുണ്ട്, അങ്ങ് കണ്ണൂരിൽ എത്ര പേരുണ്ട്? ഞാൻ മനസ്സിലാക്കുന്നത് ആ കാസർഗോഡത്തെ കണക്ക് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കണക്ക് പുസ്തകം വേണ്ടിവരും, കാൽക്കുലേറ്റർ വേണ്ടിവരും. കണക്ക് കൂട്ടണമെങ്കിൽ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും
അവിവേകം. ഒരുപാട് ആളുകളെ നിങ്ങൾ അനാഥമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യവസ്ഥിതിയുടെ എക്സിക്യൂഷന് വേണ്ടി, കമ്മ്യൂണിസത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾക്ക് കണക്കെടുക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ വിരലിലെണ്ണി തുടങ്ങിയാൽ തിരുവനന്തപുരത്തെത്തുമ്പോഴും ഒരു വിരല് പോലും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നിടത്താണ് ഇസ്ലാമിക പ്രസ്ഥാനമുള്ളത്. അപ്പോൾ ജനാധിപത്യത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയോടാണോ സംസാരിക്കുന്നത്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതോ അർത്ഥത്തിലുള്ള മഹത്വമല്ല, അത് ഇസ്ലാമിന്റെ മഹത്വമാണ്. ഇസ്ലാമിന്റെ മഹത്വമാണ്. ഒരാളെ പ്രഹരിക്കാൻ പാടില്ല, ഒരുത്തന്റെ രക്തം ചിന്താൻ പാടില്ല, ഒരാളെ അപമാനിക്കാൻ പാടില്ല, ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. രക്തം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്, സമ്പത്ത് പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരുപാട് സംഭവങ്ങൾ, ഞാൻ അതിലേക്ക് ഈ വൈകിയ സന്ദർഭത്തിൽ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറയുന്നത്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതൊക്കെ വെച്ച് നമുക്ക് ആശയവിനിമയങ്ങൾ നടത്താം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പയിൻ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, അവരുടെ ഭൗതികവും ആത്മീയവുമായ തലത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ദർശനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ആശയ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ ആരും മനസ്സിലാക്കേണ്ട നാലുകെട്ടുന്ന മതമാണ്. ഇതൊരു ഘട്ടത്തിൽ ശരീഅത്ത് വിവാദകാലത്ത് ചില ആളുകൾ പ്രചരിപ്പിച്ചതാണ്, അല്ല കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിച്ചതാണ്. ഇത് നാലുകെട്ടുന്ന മതമാണ്, പെൺകുട്ടികൾക്ക് അനന്തരം കൊടുക്കാത്ത മതമാണ്, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ്. എന്തെല്ലാം കെട്ടുകഥകളാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ഞങ്ങൾ പറയുന്നു, ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അനുഷ്ഠാനവരതയ്ക്ക് പറയുന്ന പേരല്ല, പൗരോഹിത്യത്തിന് ഇടമുള്ള ഒരു ഇടമല്ല, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ സമുച്ചയമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി എന്ന് പറയുന്നത് 14 നൂറ്റാണ്ടുകളായി കാലങ്ങളോട് സംവദിച്ച ഒരു ഐഡിയോളജിയാണ്. 21ാം നൂറ്റാണ്ടിനോടും സംവദിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അതിന്റെ ഓരോ മാർഗനിർദ്ദേശങ്ങളും സമകാലിക സമൂഹവുമായി ബന്ധപ്പെട്ട അവരനുഭവിക്കുന്ന സമസ്യകൾക്ക് പൂരണം കണ്ടെത്താൻ കഴിയുന്ന ഉജ്ജ്വലമായ ആശയങ്ങളാണ്. അത് നമുക്ക് പരിശോധിക്കാം. മനുഷ്യ ജീവിതത്തെ പകുക്കാത്ത ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ പകുക്കാത്ത, മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികവും ആത്മീയവുമായ താല്പര്യത്തെ അഭിമുഖീകരിക്കുന്ന ദർശനമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മൂന്നാമത് ഈ പറയപ്പെട്ട ഇതിന്റെ പിന്നിലുള്ള ഇസ്ലാമോഫോബിയുടെ പിന്നിലുള്ള ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതോടൊപ്പം അവരുന്നയിക്കുന്ന ആരോപണങ്ങളെ അഭിമുഖീകരിക്കുന്നതോടൊപ്പം മൂന്നാമതായി ജമാഅത്തെ ഇസ്ലാമി ജനങ്ങൾക്ക് മുമ്പാകെ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ദർശനത്തെ കുറിച്ചാണ്. ഞങ്ങൾ പറയുന്നു, ഇസ്ലാം നീതിയുടെ ദർശനമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ സന്തുലിതമായ ഒരു സമ്പദ്ഘടനയെ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന ദർശനമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമാണ്. ഇസ്ലാം വൈവിധ്യത്തിന്റെ ദർശനമാണ്. ഇസ്ലാം സാഹോദര്യത്തിന്റെ ദർശനമാണ്. ഇസ്ലാം മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട വിമോചനപരമായ ഉള്ളടക്കമുള്ള ദർശനമാണ്. ഇസ്ലാം നിർഭയത്വം നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ദർശനമാണ്. ഇസ്ലാം മനുഷ്യ സമൂഹത്തിനകത്ത് സംവാദത്തിന്റെ ഭൂമിക തീർക്കുന്ന ദർശനമാണ്. ഒരിക്കലും ഇസ്ലാം ആയുധം കൊണ്ട് സംസാരിച്ചിട്ടില്ല. ഇസ്ലാം ആശയം കൊണ്ട് സംസാരിക്കുന്ന ദർശനമാണ്. നീതിയുടെ ദർശനമാണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് വെറും വർത്തമാനം പറയുന്ന ഒരു കാര്യമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഇസ്ലാമിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ വെച്ചുകൊണ്ടാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണ് ഖുർആനിനെ വെച്ചുകൊണ്ട്. നിങ്ങൾ സന്നദ്ധമാകണം മാർക്സിനെ വെച്ചുകൊണ്ട്, മാർക്സിസത്തെ വെച്ചുകൊണ്ട് നമ്മൾ സംവദിക്കാൻ സന്നദ്ധമാണ്. അങ്ങനെ ഖുർആനെ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ നീതി സങ്കല്പത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുക. ഇത് ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ, ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷത്തിന്റെ, അങ്ങനെ ഒരു വർഗരഹിത സമൂഹം എന്ന് പറയുന്ന ഉട്ടോപ്പിയൻ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ, ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്കുള്ള സഹാനുഭൂതിയുടെ ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നീതിയുടെ ദർശനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഖദിലു ഇഖ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളാവുക. എന്നിട്ട് ഖുർആൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, ആ വിഭാഗത്തോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും.
വേദനിപ്പിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിക്കുന്നവരോടും ജമാഅത്തെ ഇസ്ലാമി അനീതി കാണിക്കൂല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ UDF പ്രഹരിക്കാറുണ്ട്, LDF പ്രഹരിക്കാറുണ്ട്. എന്നാലും നാളെ ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ കാവലാളാകേണ്ട ഘട്ടം വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ യാതൊരു വിരോധവുമില്ല. അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തുറന്ന സമീപനത്തിന്റെ ഭാഗമാണ്. നീതിയാണ് ഞങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. അത് ഖുർആനിന്റെ തന്നെ മാനദണ്ഡമായതുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സന്തുലിതമായ ഒരു സമ്പദ്ഘടനയെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി എന്താണ്? ഇടതുപക്ഷത്തിന്റെ, സോഷ്യലിസത്തിന്റെ, കമ്മ്യൂണിസ്റ്റുകളുടെ, അതുപോലെ തന്നെ കേരളം രാജ്യം ഭരിക്കുന്ന ഈ സംഘപരിവാറിന്റെ സമ്പദ്ഘടന എന്താണെന്ന് ചോദിച്ചാൽ നിയോ ലിബറലിസ്റ്റ് എക്കോണമിയാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയോ ലിബറലിസ്റ്റ് എക്കോണമിക്ക് പകരം സന്തുലിതമായ സമ്പദ്ഘടനയെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നു. സകാത്തിലൂടെ, ഇൻഫാക്കിലൂടെ, സ്വതക്കയിലൂടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം സാഹോദര്യത്തിന്റെ ദർശനമാണ്. ഇസ്ലാം സാഹോദര്യത്തിന്റെ ദർശനമാണ് എന്നത് ഒരു ഭംഗിവാക്കല്ല സുഹൃത്തുക്കളെ. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന്റെ ഉജ്ജ്വലമായ ഉത്തരമാണ് അതിനകത്തുള്ളത്. മനുഷ്യർക്കിടയിലുള്ള ഒരുപാട് ജാതീയതയുടെ, വംശീയതയുടെ മതിൽക്കെട്ടുകളെ തകർക്കുന്ന ഉജ്ജ്വലമായ ആശയമാണ് ഇസ്ലാമിന്റെ സാഹോദര്യ സങ്കല്പം. യൂറോപ്യൻ വംശീയതയുടെ, ജൂതവംശീയതയുടെ, ഹിന്ദുത്വ വംശീയതയുടെ മതിൽക്കെട്ടുകൾക്കകത്താണ് ആധുനിക ജനതയുടെ ജീവിതം. നമ്മുടെ വേൾഡ് കപ്പിനകത്ത്, ലോക ക്രിക്കറ്റിനകത്ത്, ലോക ഫുട്ബോളിനകത്ത് എല്ലാം ഈ വംശവറി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. പ്രവാചകൻ പറയുന്നത് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് ലാ ഫദ്ല ലി അറബിയ്യിൻ ലാ അജ്മി വലാ ലി അബീദിൻ ലാ അസ്വദ. എല്ലാവരും ആദമിൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാവരും ആദമിൽ നിന്നാണ്. ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, ശരീരത്തിന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ ആട്ടിയകറ്റപ്പെട്ട ജനത ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ടാണ് ഇസ്ലാം, അതുകൊണ്ടാണ് ബിലാൽ എണീറ്റത്, അതുകൊണ്ടാണ് ഒരുപാട് അടിമകൾ ഉയർത്തെഴുന്നേറ്റത്, അതുകൊണ്ടാണ് ഇസ്ലാം ലോക സമൂഹത്തിനകത്ത് സാമൂഹ്യ സമത്വത്തിന്റെ ഉജ്ജ്വലമായ സന്ദേശം വിളംബരം ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ വംശീയതയെ നശിപ്പിക്കുന്നിടത്ത്, ഇല്ലായ്മ ചെയ്യുന്നിടത്തുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. ഇസ്ലാം സാഹോദര്യത്തിന്റെ ദർശനമാണ്, കാരുണ്യത്തിന്റെ ദർശനമാണ്. ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറയുന്ന ഭാഷ, ഞങ്ങൾക്കറിയില്ല സ്വന്തം സഹോദരന് നേരെ ആയുധം കൊണ്ട് സംസാരിക്കാൻ. എന്തുകൊണ്ട്? ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ഞങ്ങൾ ജനങ്ങളോട് കാരുണ്യം കാണിച്ചെങ്കിൽ മാത്രമേ, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചെങ്കിൽ മാത്രമേ ആകാശത്തുള്ള നാഥൻ നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. മനുഷ്യരോട്, മൃഗങ്ങളോട്, സസ്യലഗാദികളോട്, ചുറ്റുപാടുകളോട്, ആവാസ വ്യവസ്ഥയോട് എല്ലാം കരുണയോടുകൂടി വർത്തിക്കാൻ പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. നിർഭയത്വത്തിന്റെ ദർശനമാണ്, വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള ദർശനമാണ്, സംവാദത്തിന്റെ ദർശനമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ അർത്ഥത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അർത്ഥത്തിൽ ആശയപരമായ ഉള്ളടക്കമുള്ള വ്യക്തി ജീവിതത്തെ, കുടുംബം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു സംവിധാനമാണ്. സാമൂഹ്യ ഘടനയെ സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു നവസമൂഹത്തെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമൂഹ്യ സംസ്കരണത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം നിരാകരിക്കുന്നിടത്ത് അരാജകത്വം അരങ്ങേറിയിട്ടുണ്ട്. അച്ഛനില്ലാത്ത ഒരു സംസ്കൃതിയെ, അച്ഛനില്ലാത്ത ഒരു നാഗരികതയെ പാശ്ചാത്യ ലോകം രൂപപ്പെടുത്തിയെടുത്തത് കുടുംബത്തെ നിരാകരിച്ചപ്പോഴാണ്. അവിടെയാണ് ഇസ്ലാം ഉജ്ജ്വലമായ കുടുംബം എന്ന് പറയുന്ന ആശയത്തെ മുന്നിൽ വെക്കുന്നത്. വ്യക്തി ജീവിതത്തെ മാർഗനിർദ്ദേശം നൽകുന്ന, കുടുംബ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന, ആ സമൂഹത്തിനകത്ത് ആവാസ വ്യവസ്ഥ പരിരക്ഷിക്കപ്പെടുന്ന, ഉജ്ജ്വലമായ ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, ജീവജാലങ്ങളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്ന, അയൽക്കാരൻ നിന്റെ അകന്ന ബന്ധുവിനേക്കാൾ നീ പരിഗണിക്കേണ്ടവനാണെന്ന് പഠിപ്പിക്കുന്ന, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സകാത്ത് കൊണ്ട് നിനക്ക് സാധ്യമല്ലെങ്കിൽ നിന്റെ ഉള്ളവന്റെ കയ്യിൽ നിന്നില്ലാത്തവന് വേണ്ടി എടുത്തു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഉജ്ജ്വലമായ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ്. ഇത് പൗരോഹിത്യ ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമല്ല. ഈ വിമോചന ഉള്ളടക്കമുള്ള ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ദർശനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നെറികേടുകൾക്കെതിരെ പള്ളി മിണ്ടാണ്ടിരിക്കൂല. മെമ്പർമ എന്ത് പറയണമെന്ന് ആരും പറയണ്ട. മെമ്പർമ എന്താ പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയും. അതുകൊണ്ട് അതിനാരും കാത്തിരിക്കൂല, പറയും. അത് പറയുക എന്നതാണ്. ഒരു കാലത്ത് നേരത്തെ ശിഹാബ് സാഹിബ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഒരു കാലത്ത് പറഞ്ഞു മതം കെട്ട് വരരുത്, മതം പള്ളി പറഞ്ഞാൽ മതി, മതം പള്ളി പറഞ്ഞാൽ മതി. വഖഫ് സ്വത്ത് അള്ളാഹുവിന്റെ സ്വത്താണ്, അതിനെക്കുറിച്ച് പള്ളി പറയട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു പള്ളി പറയണ്ട. ആ തിട്ടൂരൊന്നും ആരും ഇവിടെ ഇറക്കരുത്.
ഇത് ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യ മര്യാദ കാണിക്കണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പള്ളിയിൽ പറയേണ്ടത് പള്ളിയിലും പറയും, സമൂഹത്തിൽ പറയേണ്ടത് സമൂഹത്തിലും പറയും. അതിനാണ് ഞങ്ങൾ ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്നത്. ആർക്കും ഇസ്ലാമിനെ വിമർശിക്കാൻ അധികാരമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ അധികാരമുണ്ട്, സമൂഹത്തെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഓരോ പൗരനുമുണ്ട്. ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്താ? ജനാധിപത്യത്തോടെ തന്നെ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള. അത് മൗദൂദിക്കും പറ്റൂല, ഗാന്ധിജിക്കും പറ്റുന്നല്ല. മൗദൂദിക്കും പറ്റും, ഗാന്ധിജിക്കും പറ്റും. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത് ഡെമോക്രസി വേശ്യയാണ് എന്ന്. ജമാഅത്തെ ഇസ്ലാമി അല്ല പറഞ്ഞത്, സയ്യിദ് മൗദൂദിയ പറഞ്ഞു ഡെമോക്രസി വേശ്യയാണ്. പ്രത്യുൽപ്പന്ന മതിത്വമില്ലാത്ത ആർക്കും എങ്ങനെയും പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. ഡെമോക്രസിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഗാന്ധിജിക്ക് പറയാം, മൗദൂദിക്കും പറയാം, നമുക്കും പറയാം. നമ്മളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ CPM-ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ അജണ്ടയിൽ ജനാധിപത്യം ഇല്ല. അതതിന്റെ പ്രത്യേകത. നമ്മളൊക്കെ പറഞ്ഞതിന് ശേഷം ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഒരു അജണ്ട അവരുടെ അകത്തില്ല. എവിടെയാണുള്ളത്? ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയിൽ, ചൈനയിൽ, ഇപ്പൊ കമ്മ്യൂണിസം നിലനിൽക്കുന്ന ചൈനയിൽ ജനാധിപത്യമുണ്ടോ സുഹൃത്തുക്കളെ? ഈ ടാവട്ടത്തിൽ കേരളത്തിലുള്ള ആളുകളെ പറ്റിച്ച് വരതും പറഞ്ഞു നടന്നാൽ പറ്റൂലല്ലോ. അവിടെ മതമുണ്ടോ? അവിടെ ജനാധിപത്യം ഉണ്ടോ? മതവും ജനാധിപത്യവും തങ്ങളുടേതെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കളിയാടുന്ന കമ്മ്യൂണിസത്തിന്റെ ഒരുപക്ഷെ ആട്ടുതൊട്ടിലൊന്നോ വളർത്തുതൊട്ടിലൊക്കെ ഒന്ന് പറയുന്നിടത്തൊന്ന് കാണിച്ചു തന്നിട്ട് പോരെ ഈ മലയാളിയോട് ഇതൊക്കെ പറയാൻ? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങൾ പഠിക്കുക. വളരെ സുന്ദരമായി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇരുന്ന് വർത്തമാനം പറയാം. പണ്ടത്തെ പോലെയല്ല. ഇതിലൂടെ കേൾക്കുക, അത് ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ എല്ലാ ഓപ്ഷനും വെക്കുക. ഇസ്ലാം ഓപ്ഷനാണ്, കമ്മ്യൂണിസം ഓപ്ഷനാണ്, അതുപോലെ തന്നെ സോഷ്യലിസം ഓപ്ഷനാണ്, ക്രൈസ്തവത ഓപ്ഷനാണ്, ഹൈന്ദവത ഓപ്ഷനാണ്. എല്ലാ ഓപ്ഷനും നിങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ മനുഷ്യ ജീവിതത്തെ നിങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരിക. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? ഒരുപാട് ആവശ്യങ്ങളില്ലേ? നിങ്ങൾ വയറ് നിറഞ്ഞാൽ തീരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നല്ല വസ്ത്രം ഇട്ടാൽ തീരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നല്ല വാഹനം ലഭിച്ചാൽ തീരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന ഒന്നില്ലേ? ആത്മാവെന്ന് പറയുന്ന ഒന്നില്ലേ? അതിന്റെ ദാഹം തീർക്കാൻ ഭക്ഷണം കൊണ്ട് സാധ്യമാണോ? ആത്മാവിന്റെ ദാഹം തീർക്കാൻ ഭക്ഷണം കൊണ്ട് സാധ്യമാണോ? ആത്മാവിന്റെ ദാഹം തീർക്കാൻ വസ്ത്രം കൊണ്ട് സാധ്യമാണോ? ആത്മാവിന്റെ ദാഹം തീർക്കാൻ നിങ്ങളുടെ സൗകര്യപ്രദമായ അമ്പലചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് സാധ്യമാണോ? അത്യാധുനിക സൗകര്യമുള്ള വാഹനം കൊണ്ട് സാധ്യമാണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിന്റെ സമാധാനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. വമൻ അറള അൻ ദിക്രില്ലാഹി ഫഇന്ന ലഹു മഈശതൻ ദൻക. മനസ്സിടുങ്ങി പോകാറില്ലേ? ജീവിതത്തിന്റെ ഇടുക്കത്തിനകത്ത് ആത്മഹത്യയുടെ വാതായനം തേടുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാൻ കഴിയും, നിന്റെ വിലപ്പെട്ട ജീവൻ എടുക്കാനുള്ള അധികാരം നിനക്കല്ല, നാഥനാൻ. അവനിൽ ഭരമേൽപ്പിക്കുക. ആ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നത് എത്ര സുന്ദരമായ ആശയമാണ്. മനസ്സംഘർഷത്തിന് അകപ്പെട്ട് ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ ആത്മഹത്യയുടെ വഴി തേടുന്ന ഘട്ടത്തിൽ അവൻ അവലംബിക്കാൻ ഒരു നാഥനുണ്ടാവുക, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു നാഥനുണ്ടാവുക, ഭാരമിറക്കി വെക്കാൻ ഒരു നാഥനുണ്ടാവുക, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടെല്ലാം പറയുക. ഈ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രക്രമത്തെയും ദൈവിക ദർശനത്തിന്റെ അടിത്തറയിൽ, മൂല്യവത്തായ ഒരു അടിത്തറയിൽ പുനഃസംവിധാനിക്കുന്ന സുന്ദരമായ ആശയത്തിന്റെ സുന്ദരമായ പേരാണ് ഇസ്ലാം. ആ സുന്ദരമായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന സർഗാത്മകമായ ഒരു സുന്ദരമായ സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ പഠനത്തിന് വിധേയമാക്കുക, മുൻവിധികൾ മാറ്റിവെക്കുക, വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനത്തിന്റെ മറുവശങ്ങൾ ആരായുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ, പോരായ്മകൾ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. സിൽവർ ലൈൻ ആയാലും വഖഫ് ബോർഡായാലും അതുപോലെ തന്നെ 80-20 ആയാലും ലവ് ജിഹാദ് ആയാലും കിട്ടുന്ന ജീവിതായുസ് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് ആ സുഹൃതങ്ങളുമായിട്ട് സന്തോഷത്തോടു കൂടി കണ്ണടച്ച് ഈ ലോകവും നാളെ പരലോകവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഇടങ്ങളായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ദുനിയാവിൽ എങ്ങനെയെങ്കിലും സ്വർഗം ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, അവിടെയും സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ഇവിടെ മാത്രം സ്വർഗം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ആളെ കൊന്നിട്ടെങ്കിലും സ്വർഗം ഉണ്ടാക്കും. ഞങ്ങൾ അവിടെയും സ്വർഗം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇവിടെ കരുതലോട് കൂടിയേ പ്രവർത്തിക്കുള്ളൂ.
ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരും എന്ന ബോധമുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കർമ്മപഥം രൂപപ്പെടുത്തിയെടുക്കുന്നത്. നാളെ റബ്ബിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ആ പരലോകബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി കണ്ടെത്താൻ, അസത്യത്തെ അസത്യമായി തിരിച്ചറിയാൻ, സത്യത്തെ പുൽകാൻ, അസത്യത്തെ തള്ളാൻ ഉള്ള ആർജവം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.